സാമ്പ്രാണിക്കൊടിയുടെ വിശേഷങ്ങൾ ആദ്യമേ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാമ്പ്രാണിക്കൊടി DTDC കൗണ്ടർ 2-ൽ നിന്നാണ് നമ്മൾ പോയത്. 1050 രൂപയാണ് 7 സീറ്റുള്ള ഒരു ബോട്ടിൻ്റെ ടോട്ടൽ റേറ്റ്. നമ്മൾ 3 പേരെ പോകുന്നുള്ളൂ എങ്കിലും നമുക്കിപ്പോൾ 7 സീറ്റ് ബുക്ക് ചെയ്ത് പോകണമെങ്കിൽ പോകാം. ഇല്ലെങ്കിൽ ആരെങ്കിലും വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഒരാൾക്ക് 150 രൂപയാണ് റേറ്റ്. ആ രീതിക്ക് നമ്മൾ സാമ്പ്രാണിക്കൊടി ഏകദേശം അവിടെ നിന്നൊരു 10 മിനിറ്റ്സ് ബോട്ടിൽ യാത്രയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങി. അവിടെ 45 മിനിറ്റ്സ് നിൽക്കും എന്നാണ് പറഞ്ഞത് അദ്ദേഹം. അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് വെള്ളത്തിലിറങ്ങി. വെള്ളത്തിൽ ആഴമുണ്ടോ എന്ന് ആദ്യമൊക്കെ നമ്മൾ പേടിയായിരുന്നു. അത് കാരണം നമ്മൾ അപ്പുവിൻ്റെ കൈ വിട്ടതേ ഇല്ല. പക്ഷേ പിന്നീട് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി വലിയ ആഴമൊന്നുമില്ല എന്ന്. അപ്പു എൻജോയ് ചെയ്ത് വെള്ളത്തിൽ കളിച്ച്. അവന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അത്ര ഹാപ്പി ആയിരുന്നു എൻ്റെ കുട്ടി. പിന്നെ അവിടെ മാങ്ങ, ചായ, അങ്ങനെ പൈനാപ്പിൾ ഉപ്പിലിട്ട്, നെല്ലിക്ക ഉപ്പിലിട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഉപ്പ് വെള്ളമാണേ. പിന്നെ അവിടെ തന്നെ സാമ്പ്രാണിക്കൊടിയിൽ തന്നെ ബോട്ടിംഗ് ഉണ്ട്. നമ്മൾ മുണ്ട്രോത്തുരുത്തിൽ ബോട്ടിങ്ങിന് പോയത് കാരണം നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് ബോട്ടിങ്ങിന് പോയില്ല. ഏകദേശം 750 റുപ്പീസാണ് ഒരു ഫുൾ കറങ്ങി വരാനായിട്ടുള്ള റേറ്റ് അവർ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പോയില്ല. പിന്നെന്താണ്, വള്ളത്തിൽ പോകുന്നവരുണ്ട് കേട്ടോ. പിന്നെ അവിടെ എവിടെ വേണോ എൻജോയ് ചെയ്ത് കളിക്കാം. അപ്പം നിങ്ങളും പോകണം. ഒരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളവരെ വെള്ളവും മഴയും ഒക്കെ ഏറ്റവും കുഞ്ഞിലേ നമ്മൾ എക്സ്പോസ് ചെയ്യിപ്പിക്കുക, അത്രയും പെട്ടെന്ന് അവർക്ക് ഇമ്മ്യൂൺ വരും എന്നാണ് പറയാറ്.